ECPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളും ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും, അതായത് പഞ്ചവത്സര പദ്ധതിയിലൂടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ ചരിത്രത്തെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാം. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി ആസൂത്രണ കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല. ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല വഹിച്ചിരുന്നത്. പ്രധാനമന്ത്രിയായിരുന്നു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രി. ഈ ഏത് പഞ്ചവത്സര പദ്ധതി ആണോ ആ നാളിൽ ഉള്ള പ്രധാനമന്ത്രിയായിരുന്നു ഈ കമ്മീഷന്റെ ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പോൾ ആസൂത്രണ കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല വഹിച്ചിരുന്നത്. ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും കമ്മീഷന്റെ ചുമതല. ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും കമ്മീഷന്റെ ചുമതല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളിൽ സാമ്പത്തികമായും ക്ഷേമപരവുമായിട്ടുള്ളവ നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും അപ്പോൾ 2014 വന്ന നരേന്ദ്രമോദി സർക്കാരാണ് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയിട്ട് പകരം കൊണ്ടുവന്നത് എന്താണ്? നീതി ആയോഗാണ് കൊണ്ടുവന്നത്. നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തതോടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്ത്യം കുറിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു എങ്കിലും 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. അപ്പോൾ അതിൻ്റെ ആ കാലയളവ് നോക്കണ്ടേ? 5 വർഷത്തെ കാലയളവ് കഴിഞ്ഞിട്ട് വേണ്ടേ അത് നിർത്താനായിട്ട്. അപ്പോൾ 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഓരോ 5 വർഷത്തേക്കുമുള്ള വികസന നയം പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. 1 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തെ വികസനത്തിന് ദിശാബോധം നൽകി. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയായിരുന്നു. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെട്ട ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരടിന്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകളാണ് ഏതെല്ലാം? ബക്രാനങ്കൽ, ഹീരാക്കുഡ് എന്നിവ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGC നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം എന്തൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, പ്രധാനപ്പെട്ട അണക്കെട്ടുകളായ ബക്രാനങ്കൽ, ഹീരാക്കുഡ് എന്നിവ നിലവിൽ വന്നു, അതല്ലെങ്കിൽ നിർമ്മിച്ചു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയായിരുന്നു. മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെട്ട രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകളാണ് ഭിലായ് ഛത്തീസ്ഗഡിലാണ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, റൂർക്കേല ഒഡീഷ. അപ്പോൾ 3 വ്യവസായശാലകളാണ്, സ്റ്റീൽ പ്ലാന്റുകളാണ്. ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല.
അപ്പോൾ ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ, ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ, റൂർക്കേല ഒഡീഷ. മഹല നോബിസ് മോഡൽ എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ അറിയപ്പെടുന്നത്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നിലവിലുണ്ടായിരുന്നത്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോറ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1963-66 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവ നടന്നത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം, പിന്നെ 1963 മുതൽ 66 വരെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവ നടന്നത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് ഹോളിഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതി ഹോളിഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1966, 67, 67, 68, 68, 69കളിൽ 3 വാർഷിക പദ്ധതികളാണ് ഹോളിഡേ നടപ്പാക്കിയത്. അപ്പം 3 വാർഷിക പദ്ധതികളാണ് ഹോളിഡേ പദ്ധതി നടപ്പാക്കിയത്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി, അത് 1969 മുതൽ 74 വരെ ആയിരുന്നു. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന ഈ പദ്ധതി 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം 1974 മെയ് 18 നടന്നത് ഈ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18 അത് നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം അറിയപ്പെടുന്നത് ബുദ്ധൻ ചിരിക്കുന്നു ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. 1974 മെയ് 18 രാവിലെ ഇന്ത്യൻ സമയം 8:05 പരീക്ഷണം. രാജസ്ഥാനിലെ ജയ്സാൽമേർ ജില്ലയിലെ പൊഖ്റാനിലായിരുന്നു പരീക്ഷണം നടത്തിയത്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എവിടെയാണ് നടത്തിയത് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് നടത്തിയതെന്ന് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ ഇത്രയുമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന സംഭവങ്ങൾ. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് DP ധർ ആണ്. DP ധർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഘടാവോ. അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? DP ധർ ആണ്. ഗരീബി ഘടാവോ അത് ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെയാണ്. ആ മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1975 20 പരിപാടി നടപ്പിലാക്കിയതും ഈ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തായിരുന്നു. അപ്പോൾ 20 പരിപാടി നടപ്പിലാക്കിയത് ഏത് വർഷമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1975 അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും പകരം റോളിംഗ് പ്ലാൻ 1978 മുതൽ 80 എന്ന പുതിയ പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും പകരം റോളിംഗ് പ്ലാൻ എന്ന പുതിയ പദ്ധതി
നടപ്പിലാക്കുകയും ചെയ്തു. റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മൊറാർജി ദേശായിയാണ്. അപ്പം ഇതിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണം. അടുത്തത് 6-ാം പഞ്ചവത്സര പദ്ധതി. 1980 മുതൽ 85 വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ്. നബാർഡ് സ്ഥാപിതമായത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ? നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതാണ് നബാർഡ്. ഭാരതത്തിലെ ഒരു ഉന്നത വികസന ബാങ്കാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നബാർഡ്. പൊതുമേഖലാ സ്ഥാപനമായ നബാർഡ് മുംബൈ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തൽ, ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കാവുന്ന സമഗ്ര വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നിവയാണ് നബാർഡിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തൽ, ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന സമഗ്ര വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നിവയാണ് നബാർഡിന്റെ ലക്ഷ്യങ്ങൾ. അടുത്തത് 7-ാം പഞ്ചവത്സര പദ്ധതി. 1985 മുതൽ 1990 വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി 1987 നിലയിൽ വന്നു. 7-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിലയിൽ വന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ? ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ പ്രൈമറി സ്കൂളുകൾക്കും ഏറ്റവും കുറഞ്ഞ നിർണായക സൗകര്യങ്ങൾ നൽകുന്നതിനായിട്ട് 1986 രാജീവ് ഗാന്ധി ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തിറക്കിയ ഉടനെ തന്നെ 1987 ആരംഭിച്ച കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ 1986 രാജീവ് ഗാന്ധി ആരംഭിച്ചതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. അതിൻ്റെ പുറമെ 1987 വന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നഗര ചേരി നിവാസികൾക്ക് വിദ്യാഭ്യാസം നൽകുക. നഗരത്തിലും ചേരികളിലൊക്കെയുള്ള നിവാസികൾക്ക് വിദ്യാഭ്യാസം നൽകുക. രാജ്യത്തെ എല്ലാ പ്രൈമറി സ്കൂളുകൾക്കും മിനിമം അത്യാവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. മുതിർന്നവരുടെ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീകൾക്കായി പ്രത്യേകം പുതിയ സ്കൂളുകൾ തുറക്കുക എന്നിവയായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി 7-ാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതി വാർഷിക പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വാർഷിക പദ്ധതികൾ എന്ന് പറഞ്ഞാൽ 1990 മുതൽ 92 വരെയാണ് വാർഷിക പദ്ധതികൾ ഉണ്ടായത്. അപ്പോൾ 7-ാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതി വാർഷിക പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വാർഷിക പദ്ധതികളുടെ കാലയളവിലാണ്. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വാർഷിക പദ്ധതികളുടെ കാലയളവിലാണ്. 1991 ആരംഭിച്ച പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ കാതൽ ഉദാരീകരണം, സ്വകാര്യവൽക്കരണം, ആഗോളീകരണം എന്നിവയാണ്. അപ്പോൾ 1991 പുത്തൻ സാമ്പത്തിക നയ പരിഷ്കാരം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഉദാരീകരണം, സ്വകാര്യവൽക്കരണം, ആഗോളീകരണം. പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കുമ്പോൾ PV നരസിംഹറാവു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. ഇത് മറക്കരുത് കേട്ടോ. ഇനി 8-ാം പഞ്ചവത്സര പദ്ധതി
1992 മുതൽ 97 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തിപ്പെട്ടതും പിന്നെ 73ാം ഭരണഘടന ഭേദഗതി നടപ്പിലാക്കിയതും ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലായിരുന്നു. പഞ്ചായത്ത് സംവിധാനം ശക്തിപ്പെടുത്തിയതും 73ാം ഭരണഘടന ഭേദഗതി നടപ്പിലാക്കിയതും 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 50ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാമത്തെ വർഷം ഉണ്ടായ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാവുകയും ദുരന്ത നിവാരണത്തെ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയതും പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചു. പിന്നെ ദുരന്ത നിവാരണത്തെ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ ആരംഭിച്ച ആദ്യ പദ്ധതിയാണ് ഇത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ ആരംഭിച്ച ആദ്യ പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഇതിനെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാന പദ്ധതി ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. അതിനുശേഷം നീതി ആയോഗ് നിലയിൽ വന്നു. അപ്പം ഈ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്തായിരുന്നു? പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മൾ ആദ്യം തന്നെ കണ്ടായിരുന്നു. ആരായിരുന്നു? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഭരണം വന്ന പിന്നെയാണ് പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചിട്ട് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. പിന്നെയോ നീതി ആയോഗ് നിലവിൽ വന്നു. നീതി ആയോഗിനെ കുറിച്ച് ഒരു ക്ലാസ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്ന, അതായത് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 12ാം പഞ്ചവത്സര പദ്ധതി വരെ നടന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.